ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. മുംബൈയുടെ വിജയങ്ങൾ ഈ ഒരു സീസണിൽ ഇനിയും തുടരും. അതെ, ലക്നൗ സൂപ്പർ ജയൻസിനെതിരെയും മികച്ചൊരു വിജയം നേടിയെടുത്തിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ്. ഇതോടുകൂടി തന്നെ പോയിന്റ് ടേബിൾ വലിയ മാറ്റം വന്ന് രണ്ടാം സ്ഥാനത്തേക്കാണ് മുംബൈ വരേണ്ടത്. അതിലേക്ക് നമുക്ക് പോകാം. 215-ന് 7 എന്ന നിലയിലാണ് ആദ്യം ബാറ്റ് ചെയ്ത മുംബൈയുടെ ഇന്നിംഗ്സ് അവസാനിക്കുന്നത്. ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റയാൻ റിക്കൽട്ടൺ ഒരു സൈഡിൽ മികച്ച രീതിയിൽ കളിച്ചു. എന്നാൽ രോഹിത് ശർമ്മയുടെ വിക്കറ്റ് പോയെങ്കിലും വിൽ ജാക്സ് അവിടെ വരുന്നു. വിൽ ജാക്സൺ കുഴപ്പമില്ലാത്തൊരു ഇന്നിംഗ്സ് കളിക്കുന്നു. ആ ഒരു ഇന്നിംഗ്സ് ബിൽഡ് ചെയ്യാൻ അവിടെ സഹായിക്കുന്നു. അതിനുശേഷം സൂര്യകുമാർ യാദവ് വന്ന് അടിയോടടി 192.86 ആണ് സൂര്യകുമാർ യാദവിന്റെ ഇന്നത്തെ സ്ട്രൈക്ക് റേറ്റ്. 28 ബോളിൽ 54 റൺസ്. പിന്നീട് വന്ന് തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ എന്നവർക്ക് പിടിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ നമാഞ്ചറിന്റെയും കോർബിൻ ബോഷിന്റെയും റൺസ് കണ്ടെത്തൽ ശരിക്കും പറഞ്ഞാൽ മുംബൈക്ക് നല്ല രീതിയിലുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സഹായിച്ചു. ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും എക്കോണമി 10-ന് മുകളിലായിരുന്നു. 10-ന് മുകളിൽ എന്നുള്ള രീതിയിലായിരുന്നു ലക്നൌവിൻ്റെത്. മികച്ച രീതിയിൽ തന്നെയാണ് അവിടെ മുംബൈ ഇന്ത്യൻസ് ബാറ്റ് ചെയ്തത്. തിരിച്ച് ബാറ്റിംഗ് ഇറങ്ങിയ ലക്നൗ സൂപ്പർ ജയൻസിന്റെ ഒരു സൈഡിൽ മിച്ചൽ മാർഷ് നന്നായി കളിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഐഡൻ മർക്കറത്തിന്റെ വിക്കറ്റ് അവിടെ വീഴ്ത്തി തുടങ്ങിയായിരുന്നു അവിടെ മുംബൈ ഇന്ത്യൻസ്. ശരിക്കും ആ ഒരു ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ടേക്ക് ഔട്ട് 7 ബോളിംഗ് ഓപ്ഷൻ 7 യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടതാണ് ആ ഒരു 7th ഓവർ വിൽ ജാക്സന്റെ സ്പെല്ല് 2 വിക്കറ്റുകൾ നിക്കോളാസ് പൂരന്റെയും അതോടൊപ്പം തന്നെ ഋഷഭ് പന്തിന്റെയും. ഋഷഭ് പന്ത് ശരിക്കും ഈ സീസണിൽ എന്താണ് കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതോടൊപ്പം തന്നെ ജസ്പ്രീത് ബുംറ ടെസ്റ്റ് മാച്ച് എക്കോണമിയിലൊക്കെയാണ് ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ODI ലെവൽ എന്ന് പറയാൻ പറ്റില്ല. ODI കുറച്ചുകൂടി എക്കോണമി മണ്ടയിലായിരിക്കും. 5.50 എക്കോണമിയിലാണ് ബോൾ ചെയ്യുന്നത്. 4 ഓവറിൽ 22 റൺ മാത്രം വിട്ടുകൊടുത്ത് 4 വിക്കറ്റാണ് പുള്ളി എടുത്തിട്ടുണ്ടായിരുന്നത്. വിൽ ജാക്സിന്റെ ആ ഓവർ എടുത്ത് പറയേണ്ട കാര്യമില്ല. കരൺ ശർമ്മ ആണെങ്കിലും കുറച്ച് എക്സ്പെൻസീവ് ആയി പോയി. 12.50 ആയിരുന്നു. ഹാർദിക് പാണ്ഡ്യ ആകെ ഒരു ഓവർ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ദീപക് ചഹറും എക്സ്പെൻസീവ് ആയി പോയെന്ന്. പക്ഷേ ട്രെന്റ് ബോൾട്ട് മികച്ച രീതിയിൽ തന്നെ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 4 ഓവറിൽ 20 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റായിരുന്നു. പവർ പ്ലേയിൽ നന്നായിട്ട് തന്നെയാണ് താരം ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും മുംബൈ ഒത്തിണക്കത്തോടു കൂടിയ ഒരു ശക്തിയായി മാറിയിട്ടുണ്ട്. ഏതൊരു ടീമിനെയും വെല്ലുവിളിക്കാൻ രീതിയിലുള്ള സ്ക്വാഡ് തന്നെയാണ് അവർക്കുള്ളതെന്ന് വീണ്ടും തെളിയിക്കുകയാണ്. പോയിന്റ് ടേബിൾ അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു ടേബിൾ അപ്ഡേറ്റ് ആയിട്ടില്ല. എങ്ങനെ നോക്കിയാലും മുംബൈ നിലവിൽ 5ാം സ്ഥാനത്താണ്. ഈ ഒരു മത്സരം തുടങ്ങുന്നതിന് മുമ്പായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മുംബൈ 2ാം സ്ഥാനത്തേക്ക് വരും. കാരണം നെറ്റ് റൺ റേറ്റ് നിലവിൽ ഡൽഹിയേക്കാൾ കൂടിയിട്ടുണ്ടാവണം. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ മുംബൈയുടെ വിജയങ്ങൾ ഈ സീസണിൽ തുടരും. ഒരു സൈഡിൽ രോഹിത് ശർമ്മയ്ക്ക് അടിക്കാൻ പറ്റിയില്ല. അവിടുന്ന് റിയാൻ റിക്കൽട്ടൻ്റെ അടി വരുന്നുണ്ട്. അവിടെ അല്ലെങ്കിൽ സൂര്യകുമാർ യാദവ് കളിക്കും. ഇവരാരും കളിച്ചില്ലെങ്കിൽ മിഡിൽ ഓർഡറിൽ കളി വരും. അങ്ങനെ ഒരു സ്ക്വാഡ് മുംബൈക്കുണ്ട്. ആ ഒരു വിജയങ്ങൾ ഇല്ലാത്ത യാത്രയിൽ നിന്ന് മാറി വിജയങ്ങൾ തുടങ്ങുന്ന യാത്രയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും ടീം ഒത്തിണക്കത്തോടു കൂടി തന്നെ പെർഫോം ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. ബാറ്റിംഗ് സൈഡിലാണെങ്കിലും ബോളിംഗ് സൈഡിലാണെങ്കിലും മുംബൈയെ സൂക്ഷിക്കണം. വീണ്ടും പറയാനുള്ള കാര്യം അതുതന്നെയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് അറിയപ്പെടുത്തുക. പിന്നെ വേറൊരു കാര്യം, ഇന്നത്തെ പഞ്ചാബ് KKR മത്സരം സമനിലയായിപ്പോയി. ഓരോ പോയിന്റ് വീതം അവർക്ക് സ്പ്ലിറ്റ് ആയിപ്പോയത് മുംബൈക്ക് വലിയ ഗുണവും ചെയ്തു. എന്തായാലും പ്ലേ ഓഫ് ഇത്തവണ മുംബൈ കളിക്കുമെന്നുള്ളത് തെളിയിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അറിയപ്പെടുത്തുക. ബൈ ബൈ.